നമസ്തേ. ഞങ്ങളുടെ പ്ലാവിലെ പഴുത്ത ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് പറിച്ചു. അത് കൂഴച്ചക്കയാണ്, പരിക്കച്ചക്കയല്ല, കൂഴച്ചക്ക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്നറിയില്ല. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാവ്. അതിൽ നിന്ന് പറിച്ച ചക്കയാണിത്. ഇത്രയും വലിപ്പം വെക്കുള്ളൂ. ഈ ചക്കയ്ക്ക് ഇത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ. ചെറിയ ചുളയാണ്, നല്ല ടേസ്റ്റുള്ള ചുളയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചക്കകളാണ് അവിടെ നിൽക്കുന്നത്. ഇതിന് മുന്നേ പഴുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പറിച്ചിരുന്നു. അപ്പോൾ അത് വീഡിയോസ് എടുക്കണമെന്ന് കരുതിയതാണ്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇതിപ്പം വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറിച്ചതാണ്. അപ്പം നമുക്കൊന്ന് പൊളിച്ച് നോക്കിയാലോ. അതായത് നമുക്ക് ഇറുത്ത് നോക്കാം, അതായത് ചക്ക ഒന്ന് ഇറുത്ത് നോക്കാം. ഓക്കെ ഓക്കെ. വാവ്, നല്ല ബ്യൂട്ടിഫുള്ളാ. എന്ത് രസമാണ് കാണുന്നുണ്ടോ ചക്ക. ഇത്രയും വലിപ്പം വയ്ക്കുള്ളൂ കേട്ടോ. കൂഴച്ചക്കയാണ്, വരിക്കച്ചക്കയല്ല. നല്ല ചുളയാണ്, നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പം ഇത് കണ്ടപ്പോൾ ഇപ്പം തന്നെ വായിക്കൂടി വെള്ളം ഊറുന്നുണ്ട്. കാരണം കൂഴച്ചക്ക എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. എല്ലാ കുഞ്ഞുമക്കൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമുള്ള സാധനമാണ് കൂഴച്ചക്ക. അപ്പം നമുക്കൊന്നൊരു ചുള തിന്ന് നോക്കാം. ഓക്കെ. നല്ല ചൊനയുണ്ട് കേട്ടോ ഇതിനകത്ത്. നല്ല മധുരമുണ്ട്, വെള്ളമൊന്നും കയറിയിട്ടില്ല. നല്ല മധുരമുള്ള ചക്കയാണ്. ഇത്ര വലിപ്പം വയ്ക്കുള്ളൂ. കുഞ്ഞു ചുളയാണ് ഇതിന്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാമെന്നറിയില്ല. കൂഴച്ചക്കയാണോ അല്ലയോ എന്നറിയത്തില്ല. എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പം ഈ ചക്ക കണ്ടപ്പോൾ ഇത് ഒരുപാട് നമ്മൾ കഴിക്കില്ലല്ലോ, അപ്പോൾ കുറച്ചല്ലേ കുഴിച്ചൊക്കെ കഴിക്കുള്ളൂ. ബാക്കി നമുക്ക് ചക്ക അടയുണ്ടാക്കാമെന്ന് കരുതി. ചക്കയുടെ അറിയാലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്, അമ്മമാർക്കൊക്കെ അറിയാം ചക്കയുടെ. അപ്പോൾ ചക്കയുടെ ഉണ്ടാക്കാമെന്ന് കരുതിയിരിക്കുകയാണ്, ഒരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇത് തിന്ന് കാണിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഇറുത്തിടുകയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞു ചുളയാണ്, നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പം കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചക്ക അട ഉണ്ടാക്കണമെന്ന്. അപ്പം ഇടനയല പറിച്ചിട്ടാണ് ഞങ്ങൾ ചക്ക അട ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ചക്കയും മാങ്ങയുടെ സീസണാണ്. ഇപ്പോൾ കുഞ്ഞുമക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. തണുപ്പായതുകൊണ്ട് മക്കൾക്കൊന്നും ഒരുപാട് കൊടുക്കരുത്. കാരണം കാലാവസ്ഥ ഇതായതുകൊണ്ട് മക്കൾ കണ്ടു കഴിഞ്ഞാൽ ഇത് കഴിക്കും. പക്ഷേ കഴിയുന്നതും അമ്മമാർ മക്കൾക്ക് ചക്ക അടയും പായസവും ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ, എല്ലാവർക്കും. എന്നിട്ട് എന്ത് ഭംഗിയാണെന്നറിയാം, ചക്ക കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം ചക്കയും മാങ്ങയുടെയൊക്കെ സീസണല്ലേ ഇപ്പോൾ. അപ്പം നല്ലവണ്ണം പഴുത്ത ചക്ക കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ചെയ്യണം. അടയുണ്ടാക്കുക, പായസം വയ്ക്കുക. അമ്മമാർക്കൊക്കെ അറിയാം, മക്കൾക്ക് ഇതുണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ തണുപ്പായതുകൊണ്ട് മക്കൾ കഴിക്കില്ല. അപ്പം ചെറിയ ചക്കയാണ്, പക്ഷെ നല്ല ഇതിൻ്റെ ചുളയുണ്ട്. ഇതിനുണ്ടോ, ഇത്ര വലിപ്പം വെക്കുള്ളൂ കേട്ടോ. സാധാരണ കുഴിച്ചക്ക വലുതല്ലേ, ഇത് ചെറുതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, പക്ഷെ അത് ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളത് തിന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി പഴുക്കുമ്പോൾ ചക്കയട ഉണ്ടാക്കാമെന്ന് കരുതി. രാവിലെ ചായക്കൊക്കെ കൂട്ടാൻ നല്ലതാണ്. തലേ ദിവസം ചക്കയട ഉണ്ടാക്കി വെക്കുക, രാവിലെ അത് കഴിക്കുക. ചൂടാക്കരുത്, ചൂടാക്കാണ്ട് കഴിക്കുക. അപ്പം എല്ലാവരും മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടാണ്. എല്ലാ അമ്മമാരും മക്കൾക്ക് ചക്കയട ഉണ്ടാക്കി കൊടുക്കുക, ചക്ക പായസം വെച്ച് കൊടുക്കുക. അപ്പം ഒരാഗ്രഹം തോന്നി ചക്കയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇറുത്ത് വെച്ചത്. കുറച്ച് കഴിക്കാമെന്നും കരുതി.
ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഒരുപാട് കഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ താങ്ക്സ്. ഓക്കെ ബൈ എല്ലാവർക്കും. ഓക്കെ ബൈ.